ശ്രീലേഖയ്ക്കെതിരെ ഗുരുതരമായ ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ശ്രീലേഖ കൗൺസിലർ ആയതിനു ശേഷം നിരവധി ആരോപണങ്ങൾ, വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടതും കേട്ടതുമാണ്. പല തരത്തിൽ വിവാദങ്ങളൊക്കെ വന്നു. അടുത്ത BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തേക്ക് വരുമ്പോൾ വട്ടിയൂർക്കാവിൽ ശ്രീലേഖ സ്ഥാനാർത്ഥിയാകും എന്നുള്ള ചില നിർണായക വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇപ്പോ ശ്രീലേഖയെ ജയിലിലേക്കുള്ളിലേക്ക് ആക്കാനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നു എന്നതിന്റെ വ്യക്തമായ വിവരങ്ങൾ പുറത്തു വരുന്നു. അതായത് അതിജീവിതമാരുടെ വിവരങ്ങൾ പുറത്തു വിട്ടുകൊണ്ട് ശ്രീലേഖ ചില നീക്കങ്ങൾ നടത്തി അതിൽ ശ്രീലേഖയ്ക്കെതിരെ കേസ് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു സൊസൈറ്റി, ഒരു NGO കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം? ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലായല്ലോ, തിരുവനന്തപുരത്ത് CPM-ന് ബുദ്ധിമുട്ടാണ്. ശ്രീലേഖ എന്നല്ല, BJP. മനസ്സിലായി, ഇത് തന്നെയാണ് കാര്യം. അതിന്റെ തുടക്കമായിരുന്നു ഈ ശ്രീലേഖ മത്സരിച്ച ഈ മണ്ഡലം, ശാസ്തമംഗലം മണ്ഡലം. അത് ഈ BK പ്രശാന്ത് മേയർ ബ്രോ അദ്ദേഹത്തിന്റെ മണ്ഡലമാണല്ലോ. അപ്പം അതിന്റെ തുടക്കമെന്നോളമാണ് ശ്രീലേഖയെ കുരുക്കിലാക്കാൻ, അല്ലെങ്കിൽ ശ്രീലേഖ മോശമാണെന്ന് കാണിക്കാൻ BJP വന്നാൽ ഇതുപോലെ MLA-മാരെല്ലാം ആർക്കെതിരെയും ഒരു നിസ്സാരമായ അധികാരം പോലും അവർ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുന്നതിന് ഉപയോഗിക്കും എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് VK പ്രശാന്തിൻ്റെ അടുത്ത് നിയമപരമായിട്ട് അല്ലെങ്കിൽ അനധികൃതമായിട്ട് ഇത്രയും കാലം കൊണ്ട് MLA ആയിട്ട് ഇരുന്നിട്ടുള്ള ആളുടെ അടുത്ത് ആ ഓഫീസിന് ഇരിക്കാൻ അധികാരം അവർക്കാണ് എന്ന് കാണിച്ച് പേഴ്സണലി വിളിച്ച ഫോൺ കോൾ പരസ്യമാക്കി പ്രശാന്ത് രംഗത്ത് വന്നു. അതിൻ്റെ കൂടെ വന്ന ഒരു ഒരുക്കം നിങ്ങൾ കണ്ടായിരുന്നു. നമ്മൾ ചർച്ച ചെയ്ത ഈ വിഷയം എന്നുവെച്ചാൽ VK പ്രശാന്തിൻ്റെ ഓഫീസ് ഒന്ന് ഒഴിഞ്ഞു തരണം, എനിക്കിരിക്കാൻ സൗകര്യം ഉണ്ടാക്കി തരണം, നിങ്ങൾ MLA അല്ലേ, നിങ്ങൾക്ക് ഈ നിയമസഭാ മണ്ഡലത്തിൽ എവിടെയും ഇരിക്കാമല്ലോ, ഇത് കോർപ്പറേഷൻ്റെ കൗൺസിലർമാർക്ക് ഇരിക്കുന്നതിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള സ്ഥലമല്ലേ എന്നേ അവർ ചോദിച്ചുള്ളൂ. അപ്പം അത് എന്നെ ഇറക്കി വിടാൻ കൗൺസിലറായപ്പോൾ BJPക്ക് ഭൂരിപക്ഷം വന്നപ്പോൾ ആ സ്വാധീനം ശ്രീലേഖ ഉപയോഗിക്കുന്നു. MLA-ക്ക് പോലും നിലനിൽപ്പില്ലാത്ത അവസ്ഥയാണ് തുടക്കം തന്നെ, അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ കിട്ടിയപ്പോൾ തന്നെ എന്നുള്ള രീതിയിലേക്കാണ് അത് ബിൽഡപ്പ് ചെയ്തുകൊണ്ട്. അപ്പോൾ അതിൻ്റെ പുറകിൽ ഇറങ്ങിയത് രാജേഷ്, ശിവൻകുട്ടി, പിണറായി വിജയൻ ഒഴിച്ചുള്ള CPM-ന്റെ നേതാക്കൾ മൊത്തം മന്ത്രിമാർ ഉൾപ്പെടെ ഇറങ്ങി. പക്ഷേ ഈ ശ്രീലേഖ അത് വളരെ കൃത്യമായിട്ട് എന്താണ് സംഭവിക്കുന്നത്, അതായത് അനധികൃതമായിട്ടാണ് ഇരിക്കുന്നത്. 800 രൂപ മാത്രമാണ് ഈ പറയുന്ന ഓഫീസിന് കൊടുക്കുന്നത്. അല്ലെങ്കിൽ MLA-യുടെ ഓഫീസിന് അലവൻസ് മേടിക്കുന്നത് ഇത്ര രൂപയാണ്. ഞാൻ പേഴ്സണലിയാണ് സംസാരിച്ചത്, എനിക്ക് വേണ്ടപ്പെട്ടവനാണ്, എൻ്റെ മോൻ്റെ കല്യാണം നടത്തി തരാൻ നിന്നതാണ് എന്നുള്ള രീതിയിൽ വളരെ വ്യക്തത വരുത്തി മാധ്യമങ്ങളെടുത്ത് പറയുന്നത് കൂടാതെ ഇത് കൃത്യമായിട്ട് ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് ശ്രീലേഖ VK പ്രശാന്തിന്റെ ഓഫീസിൽ പോയിരുന്ന് മാധ്യമങ്ങളെ ബോധ്യപ്പെടുത്തി. അല്ലെങ്കിൽ CPM-ന്റെ അജണ്ട അവിടെ തുടങ്ങുക ശ്രീലേഖയെ മോശമാക്കാൻ. ഇപ്പൊ 2022 ഈ പറയുന്ന ഒരു അവരുടെ സസ്നേഹം ശ്രീലേഖ അല്ലേ, ഇങ്ങനത്തെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അവർക്ക്. ആ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ കിളിരൂർ കവിയൂർ കേസ്, ഈ കിളിരൂർ കവിയൂർ കേസല്ലേ VS പറഞ്ഞത്, ഒരു VIP-യെ കണ്ടിട്ട് പെൺകുട്ടി അല്ലെങ്കിൽ സാന്നിധ്യം വന്നപ്പോൾ അബോധാവസ്ഥയിലായി. VIP ആരാന്നൊക്കെ ഉള്ള കാര്യം ലോകത്ത് മൊത്തം ആൾക്കാർക്കും അറിയാം. ഒരു കാര്യം ഞാൻ പറയാം, CPM ചൊറിയാനും മാന്താനും നിലനിൽപ്പിന് വേണ്ടി ഈ CPM-ന്റെ ഒരു നാറിയ കളി ഉണ്ടല്ലോ, ഈ നാറിയ കളി പണ്ടത്തെ പോലെ ഇപ്പൊ ഏക്കത്തില്ല. ഈ വിഷയത്തിനകത്ത് ഈ CPM ഇൻവോൾവ് ആയിട്ടുള്ള ഈ 2 കേസ്, അല്ലെങ്കിൽ ഈ കേസിനകത്ത് ഈ കേസ് അവർ കുത്തിപ്പൊക്കി ശ്രീലേഖയെ പെടുത്തുന്നതിന് വേണ്ടി വേറെ ചില ആൾക്കാരെ ഉപയോഗിച്ച് കേസ് കൊടുത്ത് ഈ വിഷയം വെളിയിൽ കൊണ്ടുവന്നാൽ ഈ കേസ് വീണ്ടും ചർച്ചയാവും. ഈ പണ്ട് VS അച്യുതാനന്ദൻ പറഞ്ഞ VIP ഉൾപ്പെടെ CPM-ന്റെ സാന്നിധ്യം ഉൾപ്പെടെ ചർച്ചയാകും. അതായത് VK പ്രശാന്ത് ജയിക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക, അതായത് BJP നേതാവ് ശ്രീലേഖ വന്നാൽ അവിടെ ഉണ്ട് എന്നുള്ളതിന് തെളിവാണ്. ശ്രീലേഖ എന്ന് പറയുന്ന ആളിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ പറഞ്ഞില്ലേ നേരത്തെ, ഇതുപോലെയായിരുന്നു സുരേഷ് ഗോപിയെ അന്ന് നശിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചതെന്ന് പറഞ്ഞാൽ ഗൂഢാലോചന നടന്നതിനകത്ത് ഈ മാധ്യമം ഉൾപ്പെടെയായിരുന്നു. നമ്മൾ പറഞ്ഞാൽ മീഡിയ വണ്ണിൻ്റെ ഒരു മാധ്യമ പ്രവർത്തക അത് പരസ്യമായിട്ട് റോഡിൽ നിന്ന് ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴേ അദ്ദേഹം ഏതാണ്ട് കാര്യം പറഞ്ഞു, മോളെ അവിടെ നില്ല, അത്രയൊന്നും ആവേശം വേണ്ട, അങ്ങനെ പറഞ്ഞപ്പോഴത്തേന് തോൾ തട്ടി 48 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ആ പൂരിന് കേസ് കൊടുക്കുന്നത്. അതായത് അതിന് കേസ് കൊടുക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ട് ആ മാനേജ്മെന്റ് പറഞ്ഞു, നീ കേസ് കൊടുത്തില്ല, നിനക്ക് നാളെക്കാലത്തോട്ട് ഇവിടെ ജോലിയില്ല, നിവൃത്തികേട് കൊണ്ട് കേസ് കൊടുത്തു. അതായത് ഈ പെൺ വിഷയം അല്ലെങ്കിൽ ആ രീതിയിൽ പുറകെ നടന്ന് ഉപദ്രവിക്കുന്ന ഒരവസ്ഥ. അതായത് BJP-യുടെ ഒരു നേതാവ്
ജനത്തിന്റെ ഇടയിൽ താല്പര്യമുള്ള ആളായി മാറുമ്പോൾ, അല്ലെങ്കിൽ BJPക്ക് അവരെ നിർത്തിയാൽ പ്രയോജനം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അവരെ ടാർഗറ്റ് ചെയ്യുന്നു. ഇപ്പൊ രണ്ടാം ശ്രീലേഖ തന്നെ. ശ്രീലേഖ ഈ പറഞ്ഞതുപോലെ ശ്രീലേഖ തിരുവനന്തപുരത്ത് കക്ഷിയാണ്, അല്ലെങ്കിൽ ശ്രീലേഖ എന്ന് പറയുന്ന ആൾ BJPക്കകത്ത് വന്ന പ്രയോജനം ചെയ്യുന്ന ആളാണ്. ശ്രീലേഖയെ പറ്റി നമ്മൾ പരിശോധിക്കുമ്പോൾ ശ്രീലേഖ ആൾക്കാർ പരിശോധിച്ച് നോക്കുമ്പോൾ അഴിമതിയൊന്നുള്ള ആളല്ല. പോലീസ് ഓഫീസറായിട്ടിരുന്നപ്പോഴും ആരുടെയും പുറത്ത് മെക്കെട്ട് കയറാനോ അല്ലെങ്കിൽ കാശ് മേടിക്കാനോ അല്ലെങ്കിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനോ ന്യായമല്ലാത്ത കാര്യത്തിനകത്ത് ഇടപെടാനോ ഒന്നും നിന്നിട്ടില്ല. അപ്പം അത്തരത്തിലൊരു ഫിഗറാണ്. അപ്പം CPM പ്രശാന്തിനെ രക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ തിരുവനന്തപുരത്ത് രക്ഷപ്പെടുന്നതിന് വേണ്ടി ശ്രീലേഖയുടെ പുറയിൽ കൂടിയിരിക്കുകയാണ്. അതായത് ഈ തിരുവനന്തപുരത്ത് ഒരു കാര്യം വ്യക്തമായി നമ്മൾ നേരത്തെ പല ചർച്ചകളിലും സംസാരിച്ചതുപോലെ അവിടെ മത്സരം ഈ പറയുന്ന CPM-ഉം BJP-യും തമ്മിൽ ആയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം പരിശോധിക്കുമ്പോൾ VK പ്രശാന്ത് 7000 വോട്ടിന് BJP സ്ഥാനാർത്ഥിയോട് തോറ്റു നിൽക്കുക. മനസ്സിലാകുന്നില്ലേ? അത് തന്നെയാണ് നേമത്ത് സംഭവിച്ചിരിക്കുന്നത്. അപ്പം അതിനകത്തുനിന്ന് കരകയറണമെങ്കിൽ ഇതുവരെ ബ്രോ എന്നൊക്കെ വിളിച്ചിരുന്ന സത്യസന്ധനായിട്ടുള്ള VK പ്രശാന്തിനെ ആദ്യം തന്നെ പൊളിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ബ്രോയുടെ ജനസമ്മതി അവിടെ ഇല്ലായ്മ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വർത്തമാനം ഉണ്ട് കേട്ടോ. പഴയതുപോലെ VK പ്രശാന്തിന് ഈ പറയുന്ന വട്ടിയൂർക്കാവിൽ സ്വാധീനമില്ല, ആൾക്കാർക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിലേക്ക് ഒരു വർത്തമാനം അവിടെ വന്നിട്ടുണ്ട്. ശ്രീലേഖ അവിടെ വന്നാൽ BJPക്ക് ഉറപ്പായിട്ടും ആ മണ്ഡലം തിരിച്ചു കിട്ടും. ശ്രീലേഖ അവിടുത്തെ സ്ഥാനാർത്ഥി ആവാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് CPM-ന്റെ ചില നാറിയ കളികളുണ്ടല്ലോ, ആ നാറിയ കളികളുടെ ഭാഗമായിട്ടുള്ള ഒരു കളിയാണ്. കാരണം ഇത് കേസ് കഴിഞ്ഞ ദിവസം പുറത്തു വിട്ടാണെങ്കിൽ ഓക്കെ, ഇതിനകത്ത് വരാം. 2022 ഇത് വരുന്നത്. എത്രയോ കാലമായി പോസ്കോ കേസ്. 2020 സാധനം ഇപ്പൊ കൊണ്ടു. കാരണം ഇതിന്റെ പരാതിക്കാരെന്ന് പറഞ്ഞാൽ എന്തോ ഇതിന്റെ പേര് ഈ സിവിൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് സൊസൈറ്റി സെക്രട്ടറി ജയചന്ദ്രൻ ഇച്ചിരി കൊടുത്ത് നീയം കൊണ്ട് പണി നിന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ കുറെ ഞങ്ങളുണ്ട്. അപ്പൊ ഈ ജയചന്ദ്രന്റെ പണി ഇങ്ങനത്തെ പല സംഘടനകളും ഉണ്ട്. ഈ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ ഇങ്ങനെയൊക്കെ കേന്ദ്രീകരിച്ച് ഈ കെട്ടിടങ്ങളൊക്കെ പണിയുമ്പോൾ അതിൻ്റെ ചില കുഴപ്പമുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് മലയാളി ഇത് കണ്ടോ ഈ കെട്ടിടത്തിനകത്ത് കുഴപ്പമുണ്ട്, ഇനി സാങ്ഷൻ മുനിസിപ്പാലിറ്റി തന്നിട്ടില്ലേ, അപ്പം ഞാനിത് പരാതി കൊടുക്കാം. അന്നേരം ഒരു 10 കോടി രൂപ മുടക്കിയായിരിക്കും പണി. എന്താ വേണം? 5 ലക്ഷം രൂപ ഞാൻ 5 ലക്ഷം രൂപ മേടിച്ചോളൂ. ഇങ്ങനത്തെ ജയചന്ദ്രന്മാര് ഇത് വേറെ ജയചന്ദ്രൻ, ഇങ്ങനെ പല പരിപാടി നടത്തുന്ന ആൾക്കാരുണ്ട്. ഏതായാലും ശ്രീലേഖയുടെ പിറകിലാണ്. അതിന്റെ കാരണം ഇതാണ്. ശ്രീലേഖ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാവും, BJPക്ക് അവിടെ നേട്ടമുണ്ടാക്കും. അല്ല, ശ്രീലേഖ ഒരു ചെറിയ മീനല്ല. CPM-ന്റെ പല കളികളുടെയും കൂട്ട് ഇലക്ഷനെ മുൻനിർത്തി ഉള്ള കളിയാണ്. പക്ഷേ എല്ലാ കളികളുടെയും പോയിട്ട് ഈ കളിയും കൈകൊള്ളാൻ പോകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. കാരണം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ 2 കേസുകളെ പറ്റി ഇനി ചർച്ച വരുമ്പോൾ ഇതിനകത്ത് ഈ നിരപരാധികളായിട്ടുള്ള പെൺകുട്ടികൾ ഇപ്പോൾ ഒരു ജീവിച്ചിരിപ്പുണ്ടാകും തോന്നുന്നു അല്ലേ? എല്ലാരും ജീവിച്ചിരിപ്പില്ല. ഇവര് പറഞ്ഞെന്ന് പറയുന്ന ആരും, അതായത് നിർഭയ കേസ്, കിളിരൂർ കേസ്, കവിയൂർ കേസ്, ഗോവിന്ദചാമിയുടെ കേസ്, പെരുമ്പാവൂർ നിയമ വിദ്യാർത്ഥിയുടെ കേസ്, ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ അതിജീവിതന്മാരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തി എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന കേസുകളിലെ ഒരു അതിജീവിതമാരും ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ് മറ്റൊരു. മാത്രമല്ല, ഈ അതിജീവിതമാരെ ശരിക്കും പറയാൻ നമ്മൾ പറയാനൊന്നും ഉദ്ദേശിക്കുന്നത് ആർക്കറിയാം? ഈ ഗോവിന്ദചാമിയുടെ അതിജീവിതം ആർക്കത്തില്ല. ഈ പറയുന്ന 4 കേസിലെ അതിജീവിതന്മാരെ എല്ലാവർക്കും അറിയാം, വിഷയങ്ങൾ അറിയാം, അതിന്റെ കാരണക്കാരെ അറിയാം, ആ പ്രശ്നങ്ങൾ അറിയാം, എല്ലാം അറിയാം. അത് വീണ്ടും ചർച്ചയാവുന്ന രീതിയിലെ കാര്യങ്ങൾ. ഇത് ചർച്ചയായ ആർക്കാണ് ദോഷം? ഇത് ചർച്ചയായാൽ ആർക്കാണ് ദോഷം? അപ്പൊ ഈ കളിക്കകത്ത് വീണ്ടും ഈ VK പ്രശാന്തിന്റെ കൈ പൊള്ളിയതുപോലെ CPM-ന് മൊത്തത്തിൽ കൈപൊള്ളും, പ്രശ്നമാകും, ചർച്ചയാകും, VK പ്രശാന്ത് തോക്കും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും BJP സ്ഥാനാർത്ഥികൾ കൂടുതലായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പോകുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രചരണം നേരത്തെ തന്നെ ഇറങ്ങി. മാത്രമല്ല 30-ലധികം സീറ്റുകളിലേക്ക് വനിതകളെ നിശ്ചയിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു പ്രഖ്യാപനം നടപ്പാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ അവരുടെ ഒരു തുറുപ്പുചീട്ടെന്ന് പറയാം BJP. അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഉള്ളത് ശ്രീലേഖയാണ്. ശ്രീലേഖ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കരുത്. അങ്ങനെ അനുവദിച്ചാൽ അത് CPM-ന്റെ അവിടുത്തെ അന്ത്യം കുറിക്കും എന്നുള്ള ഒരു ചിന്ത ഇപ്പോൾ CPM-നുള്ളിൽ തന്നെ ഉണ്ട്. മാത്രമല്ല, ഈ ശ്രീലേഖ BJP എന്ന് പറയുന്ന പാർട്ടിയിൽ ചേരുന്നതിന് 1-2 വർഷം മുമ്പ് അവരൊരു യൂട്യൂബ് ചാനൽ നടത്തിയപ്പോൾ
ചെയ്തപ്പോഴാണ് ഇത്തരം കാര്യങ്ങളുണ്ടായത്. ആ യൂട്യൂബ് ചാനൽ നടത്തിയപ്പോൾ ശ്രീലേഖ നടത്തിയ പരാമർശങ്ങൾ ശരിയല്ലെങ്കിൽ അന്ന് ഇതിനെതിരെ പരാതി പോകാമായിരുന്നു, അന്ന് അതിനെ വിമർശനം ഉന്നയിക്കാമായിരുന്നു. പക്ഷെ അന്ന് ഇത്തരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ചേരിപ്പോരുണ്ടായിരുന്നു. ഈ ശ്രീലേഖ തന്നെ IPS പദവിയിൽ ഇരിക്കുമ്പോൾ ഏതാണ്ട് അതേ പദവിയുള്ള മറ്റൊരു വനിതാ ഉദ്യോഗസ്ഥ ഉണ്ടായിരുന്നു. അവർ തമ്മിലുള്ള ബന്ധത്തിൽ ഒരുപാട് വിള്ളലുകൾ ഉണ്ടായിരുന്നു. അന്ന് അതുമായി കണക്ട് ചെയ്തിട്ട് ചില കഥകളൊക്കെ കേട്ടു. ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ ശ്രീലേഖയെ ടാർഗറ്റ് ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് BJPയെ ടാർഗറ്റ് ചെയ്യുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. ശ്രീലേഖ അങ്ങനെ പറഞ്ഞത് മൂലം എന്ത് പ്രശ്നമുണ്ടായി എന്നുള്ളത് വ്യക്തമാക്കണം. അപ്പോൾ ഒരു കേസ് എടുത്തിട്ട് ശ്രീലേഖ കേസിൽ കുരുക്കി അവരെ മാനസിക സമ്മർദ്ദത്തിലാക്കുന്നു എന്ന് പറഞ്ഞാൽ ശ്രീലേഖ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ പാടില്ല എന്ന് ഉറച്ചാഗ്രഹിക്കുന്നത് CPM ആണ്. അപ്പോൾ VK പ്രശാന്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു കളി കളിച്ചു നോക്കി. പക്ഷേ VK പ്രശാന്ത് ആ കളിയിൽ തോക്കുമെന്ന് മനസ്സിലായപ്പോൾ CPM പിൻവാങ്ങിയത്. CPM അത്ര ബുദ്ധിപരമായി കളിക്കുന്നത്. തോൽക്കുമെന്ന് ഉറപ്പുള്ള ഒരു കളിയിൽ അവർ മുന്നോട്ട് പോയില്ല. ഒരു പതിയെ പിൻവാങ്ങിയിട്ട് ഇരവാദം ഉന്നയിക്കും. ഇവിടെ അതുകൊണ്ടാണ് ഞങ്ങൾ ശ്രീലേഖ എടുത്തൊന്നും മത്സരിക്കുകയല്ല, ഞങ്ങൾ സ്വയം മാറിയേക്കാം എന്ന് പറയുന്നു. ഇവിടെ ഒരു 30ഓളം വനിതാ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുമെന്ന് BJP പ്രഖ്യാപിച്ചതോടുകൂടി കേരളത്തിലെ ഇടത് വലതു മുന്നണി, അതായത് കോൺഗ്രസും ഈ LDFും ഒക്കെ തന്നെ വനിതാ സ്ഥാനാർത്ഥികളെ കൂടുതലായിട്ട് രംഗത്തിറക്കേണ്ടി വരും. അല്ലെങ്കിൽ വിജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത സ്ഥലങ്ങളിൽ പോലും BJP സ്ഥാനാർത്ഥികളെ പുതുമുഖങ്ങളൊക്കെ ഇറക്കി മത്സരിപ്പിക്കുന്നു എന്ന് പറയുന്നത് ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. എപ്പോഴും BJPയുടെ ലക്ഷ്യം എന്താ? കേരളത്തിൽ ഒരു ത്രികോണ മത്സരത്തിന് അരങ്ങൊരുങ്ങണം. നിലവിൽ ഇടതുപക്ഷവും അല്ലെങ്കിൽ CPMും അല്ലെങ്കിൽ എന്താ പറയുക LDFും തമ്മിലാണ് മത്സരം. ഇതാണ് കേരളത്തിൻ്റെ ഒരു ചിട്ടവട്ടം. പക്ഷേ അപൂർവമായിട്ട് ചില സീറ്റുകളിൽ അതൊരു ത്രികോണ മത്സരത്തിന് വേദിയായിട്ട് മാറുന്നു. ഈ ത്രികോണ മത്സരം നടന്നാൽ നിഷ്പക്ഷം എന്ന് പറയുന്ന കുറേ അധികം ആൾക്കാർ കോൺഗ്രസിനും അതുപോലെ തന്നെ CPMനും കാലാകാലങ്ങളായിട്ട് വോട്ട് ചെയ്യും. ഈ വോട്ടർമാരാണ് ശരിക്കും പറഞ്ഞാൽ ആ സർക്കാരിനെ നിശ്ചയിക്കുന്നത്. അതായത് നിഷ്പക്ഷരുടെ വോട്ട് ആർക്ക് അനുകൂലമായി വീഴുന്നോ അങ്ങോട്ടേക്കായിരിക്കും എപ്പോഴും ഭരണ അനുകൂല തരംഗം ഉണ്ടാകുന്നത്. ഇവിടെ BJP കൂടി ഒരു കളത്തിലേക്ക് വരികയാണെങ്കിൽ ഈ പറയുന്ന വോട്ട് ഇനി ഞാൻ ആർക്ക് കൊടുക്കും? LDF ഇല്ലെങ്കിൽ UDF, അത് മാറിയിട്ട് BJPയിലേക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചാലോ? അങ്ങനെ വോട്ട് ചെയ്യാനായിട്ട് ക്രൈസ്തവ സമുദായത്തിൻ്റെയും ഇസ്ലാം സമുദായത്തിലെയും ഉൾപ്പെട്ട ചിലരെങ്കിലും ശ്രമിച്ചാൽ അത് LDFനും UDFനും ഒരുപോലെ അടിയായിട്ട് മാറും. അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ശ്രീലേഖ ടാർഗറ്റ് ചെയ്യുന്നു. തിരുവനന്തപുരത്ത് ശ്രീലേഖ ടാർഗറ്റ് ചെയ്താൽ അങ്ങ് കാസർഗോഡ് അല്ലെ മഞ്ചേശ്വരത്ത് സുരേന്ദ്രനെ ടാർഗറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. അതായത് ഒരു കാരണവശാലും കേരളത്തിൽ BJPക്ക് വളർച്ച ഉണ്ടാകാൻ പാടില്ല. ഇപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കും, മുഖ്യധാരാ മാധ്യമങ്ങളടക്കം BJPയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വ്യക്തികൾക്കെതിരെ എന്തെങ്കിലും പരാമർശം ഉണ്ടായാൽ, ഒടുവിലത്തെ ഉദാഹരണം സുരേഷ് ഗോപി, അതിനെ വലിയ മാർക്കറ്റ് കൊടുക്കും, വലിയ ഓളം കൊടുക്കും. പക്ഷെ അവർ വളരെ പോസിറ്റീവായിട്ടൊരു കാര്യം ചെയ്താൽ പരമാവധി വാർത്തയിൽ വരുത്താതിരിക്കാൻ ശ്രമിക്കും. എന്തിനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിൽ പോയിട്ട് ഇസ്രായേലിലെ ജനങ്ങളുടെ മുഴുവൻ സ്വീകരണം ഏറ്റുവാങ്ങി ഇസ്രായേൽ ജനതയെ മുഴുവൻ കയ്യിലെടുത്തു. നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ എത്ര വാർത്തകൾ വന്നു? പത്രങ്ങൾ നോക്ക്, ചാനലുകൾ നോക്ക്. വാർത്ത കൊടുക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊടുക്കുന്നില്ല. പക്ഷേ സമൂഹ മാധ്യമങ്ങളിലേക്ക് നോക്കിയാലോ നാഷണൽ മീഡിയ നോക്കിയാലോ അതിന് വലിയ സ്വീകാര്യത കിട്ടുന്നുണ്ട്. അപ്പോൾ BJPക്ക് ദേശീയ തലത്തിലായിക്കോട്ടെ കേരളത്തിലായിക്കോട്ടെ ഒരു സ്വീകാര്യത കിട്ടുന്നതിന്, വളർച്ച ഉണ്ടാകുന്നതിനൊക്കെ തന്നെ അംഗീകാരം നൽകാത്തവരാണ് നമ്മുടെ നാട്ടിലെ മുഖ്യധാര മാധ്യമങ്ങളും അതുപോലെ തന്നെ ഈ സാമൂഹ്യ നിരീക്ഷകരെന്ന് അവകാശപ്പെടുന്ന കുറച്ച് ആൾക്കാർ. ഇവർ എല്ലാവരും കൂടെ ചേർന്ന് BJP ഒരു ഘട്ടം വരെ പിടിച്ചു നിർത്തും. പക്ഷേ അതിനൊരു പരിധിയുണ്ട്. ഈ പരിധി കഴിഞ്ഞാൽ കൈവിട്ടു പോയില്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീലേഖയെ CPM നന്നായി ഭയക്കുന്നുണ്ട്. അവരുടെ വിജയ സാധ്യത എങ്ങനെ ഇല്ലാതാക്കാം, കഴിയുന്നതും തിരഞ്ഞെടുപ്പിൽ നിന്ന്, സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കി നിർത്താം, അതിനെന്തൊക്കെ തങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് കാർഡ് അടിച്ചാണ് ഇടതുപക്ഷ അനുകൂല മാധ്യമങ്ങൾ ഈ വാർത്ത ഇറക്കുന്നത് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. അതിന്റെ പിന്നിൽ അജണ്ട വാർത്ത നമ്മൾ ക്ലിക്ക് ചെയ്താലേ അതിലേക്ക് കയറും. പക്ഷെ കാർഡ് അടിച്ചിറക്കുകയാണ് ശ്രീലേഖ പോസ്കോ കേസ് പ്രതി, അല്ലെങ്കിൽ അത്തരത്തിൽ പറഞ്ഞുകൊണ്ട് കാർഡ് അടിച്ചിറക്കുകയാണ്. അപ്പൊ എന്താണ് ഇതിന്റെയൊക്കെ പിന്നിലെന്ന് ചോദിച്ചാൽ ഈ CPM അനുകൂല ആളുകളും CPM അനുകൂല മാധ്യമങ്ങളും CPMും ശ്രീലേഖയെ വല്ലാതെ ഭയക്കുന്നുണ്ട്. ശ്രീലേഖയുടെ വിജയത്തെ ഭയക്കുന്നുണ്ട്, ശ്രീലേഖയുടെ ജനസ്വാധീനത്തെ ഭയക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഭയപ്പെടുത്തി അവരെ പുറകോട്ട് ഒലിപ്പിക്കുക എന്നുള്ളതാണ്. അത്തരത്തിലൊരു മാനസികാവസ്ഥ ഉണ്ടോ എന്നവർക്ക് സംശയം. അതായത് ശ്രീലേഖ എപ്പോഴും ഇതുപോലെ തന്നെ ഡൽഹി പോകുന്നില്ല, അല്ലെങ്കിൽ ഇന്ന ചെയ്തില്ല. അപ്പോൾ തുടർച്ചയായിട്ടും മാധ്യമങ്ങൾ ഒരാളെ ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ ആ വലയിൽ ചെന്ന് വീഴാം. അപ്പോൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ശ്രീലേഖ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം കുപ്രചരണങ്ങളിലോ ഇത്തരം മാധ്യമങ്ങളുടെ വലിച്ചു നീട്ടലിലോ ഒന്നും അവർ ചെന്ന് വീഴില്ല. കൃത്യമായ സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് നീങ്ങും. താല്പര്യം ഉണ്ടെങ്കിൽ മത്സരിക്കട്ടെ തിരുവനന്തപുരത്ത്, താല്പര്യമില്ലെങ്കിൽ മത്സരിക്കട്ടെ, അതിന് മത്സരിക്കാതിരിക്കട്ടെ. അതിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ശ്രീലേഖ തന്നെയാണ്. പക്ഷെ അവരെ ഇങ്ങനെ കേസിൽപ്പെടുത്തി അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തി പിന്നോട്ട് വലിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് മറുപടി കൊടുക്കേണ്ടത് ശ്രീലേഖ എന്ന് പറയുന്ന കൗൺസിലർ തന്നെയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ കേസ് വരുമ്പോഴേ എനിക്ക് തോന്നുന്നത് കേരള സ്റ്റോറി 2 എന്ന് പറഞ്ഞു ഇപ്പൊ കോടതി 2 ആഴ്ചത്തേക്ക് വിലക്കിയിട്ടുണ്ട്. പക്ഷെ ആ സിനിമ
കാണരുത് 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 എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ ഡെയിലി വൈകിട്ടിരുന്ന് അന്തിച്ചർച്ചയാണ്. അതുകൊണ്ട് ആളുകൾ പറയുന്നത് എന്താ അതിൻ്റെ അകത്തുള്ളത്, എന്നാ ഒന്ന് കണ്ടു കളയാം. ആ അവസ്ഥയാണ് ഇപ്പൊ ശ്രീലേഖയുടെ കാര്യത്തില്. ആഹാ, ഇവർ ഇത്രയും പറയുന്നതൊക്കെ ഞാനങ്ങ് നിന്ന് മത്സരിച്ച് ജയിച്ചു കളയാം, കാര്യം കഴിഞ്ഞല്ലോ. ഇതാണ് ഉണ്ടാവാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.